സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പണ്ടുമുതലേ ഗ്ലാമർ ഇനമാണ് മിമിക്രി. ഇത്തവണ ഹയർ സെക്കൻഡറി വിഭാഗം ആൺകുട്ടികളുടെ മത്സരം കാണാൻ വൈപ്പിനിൽ നിന്ന് ഒരു അച്ഛനും മക്കളും വേദിയിലെത്തി. കാഴ്ചയ്ക്കപ്പുറം മിമിക്രി കേൾവിക്കാരെ തൃപ്തിപ്പെടുത്തിയോ എന്ന് ഈ റിപ്പോർട്ട് കണ്ടാൽ അറിയാം. കൗമാര കലോത്സവം വർണ്ണവൈവിധ്യങ്ങളുടെയും ശബ്ദവിന്യാസങ്ങളുടെയും മേള കൂടിയാണ്. വേദി 18-ൽ മിമിക്രി അരങ്ങേറുന്നു. അല്പം രാഷ്ട്രീയ പ്രവർത്തകരിലേക്ക് കടക്കാം. അതായത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. രണ്ട് കുട്ടികളുടെ കൈപിടിച്ച ഒരാൾ പണിപ്പെട്ട പടികൾ കയറി വരുന്നുണ്ട്. പേര് സജീഷ്, വൈപ്പിൻ സ്വദേശി. ഒരേ ഇരിപ്പിൽ കുറെ പ്രകടനങ്ങൾ ആസ്വദിച്ചു, ഓർമ്മകളെ മനസ്സിൽ താലോലിച്ച്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കോമ്പറ്റീഷൻസ് പങ്കെടുക്കുമായിരുന്നു. അതിന് ജില്ലയിൽ വരെ പോയിട്ടുണ്ട്. അച്ഛന് കരുത്തായി കൂടെയുള്ള കുട്ടികൾക്ക് കലോത്സവം പരിചയപ്പെടുത്തുകയാണ് വരവിന് പിന്നിലുള്ള ലക്ഷ്യം. മിമിക്രി ആസ്വദിക്കാനായോ എന്ന് ചോദിച്ചാൽ പഴയ മിമിക്രി കലാകാരൻ ഇങ്ങനെ പറയും: ശബ്ദ സംവിധാനം കുറച്ചുകൂടി നന്നാവണം, അതിനൊരു പോരായ്മയുണ്ട്. കുട്ടികളിലെ മിക്കതും ആവർത്തന വിരസതയാണ്, എന്നാൽ വെറൈറ്റി ഐറ്റംസും വരുന്നുണ്ട്. അത് വളരെ വിരളമാണ്. അകക്കണ്ണിലെ കാഴ്ചകൾക്കപ്പുറം കേൾവി കൊണ്ട് മുന്നോട്ട് പോകുന്ന സജീഷിനെ പോലെയുള്ളവരെ മത്സരാർത്ഥികൾക്ക് തൃപ്തിപ്പെടുത്താനാകാതെ പോയത് എന്തുകൊണ്ടാകും? റിപ്പോർട്ടർ, കൊല്ലം.